ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ബാഗുകളൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ കണ്ടില്ല, എൻ്റെ കയ്യിലുള്ള ഈ 2 ബാഗും നന്നായിട്ട് ചളിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബാഗും ഒരിക്കലും വാഷ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ബാഗ് എന്ന് പറയുന്നത് ഫോമാണ്. ഇങ്ങനത്തെ ഫോം നമ്മൾ ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫോം ബാഗാണ്, ഇതിപ്പോൾ ചാർലി ബാഗാണ് കേട്ടോ. ഇതേപോലെ ഇതിൽ ചളി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള മെഷീൻ ഓയിൽ അല്ലേ, ആ മെഷീൻ ഓയിലിൽ ലേശം ഒരു തുണിയിലാക്കിയതിന് ശേഷം അത് നന്നായിട്ട് അതിൽ ഉരതിയാൽ മതി കേട്ടോ. അപ്പോൾ ആ അഴുക്കൊക്കെ പോകും. ഈ മെഷീൻ ഓയിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വറ്റിപ്പോവുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ബാഗൊക്കെ അടിക്കുമ്പോൾ അധിക പേരും ഈ മെഷീൻ ഓയിൽ തേച്ചിട്ടാണ് ഈ ബാഗ് സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകും. ഇപ്പൊ കണ്ടില്ല, ഇത് നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു തുണിയിൽ ലേശം ഓയിലാക്കിയിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടില്ല, ആ അഴുക്ക് പോയി. പക്ഷെ ആ ഓയിൽ അവിടെ തന്നെ കാണും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഓയിൽ അതേപോലെ അത് വറ്റിപ്പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇതേപോലത്തെ തുണി ഒരിക്കലും നിങ്ങൾ കഴുകാൻ പാടില്ല. അപ്പോൾ പല കസ്റ്റമറും നമുക്ക് ഇതേപോലത്തെ ഫോം കഴുകിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കഴുകി വന്നു കഴിഞ്ഞാൽ ആ ബാഗിന്റെ ലൈഫ് വളരെയധികം കുറയും കേട്ടോ. അപ്പൊ നമ്മൾ ബാഗ് ഫീൽഡിൽ കുറെ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ബാഗ് ഒരിക്കലും വാഷ് ചെയ്യരുത്. കണ്ടോ, ഇപ്പൊ ഒരു സൈഡിലുള്ള ചളി കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, മറ്റേ സൈഡിലുള്ള ചളി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു തുണിയിൽ ഓയിലാക്കിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാവുന്നതായിരിക്കും കേട്ടോ. നമ്മളിത് ഒരിക്കലും അലക്കാൻ പാടില്ല ഇങ്ങനത്തെ ഫോം. അപ്പൊ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഏതൊക്കെ ബാഗുകളാണ് നമുക്ക് അലക്കിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു സൈഡ് ക്ലീൻ ആക്കി, ഒരു സൈഡ് ക്ലീൻ ആവാത്തതും ഉണ്ട്. അപ്പോൾ ഈ ക്ലീൻ ആക്കിയ സൈഡ് കണ്ടില്ല, നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് അറിയുന്നുണ്ട്. നമ്മൾ ആ ഓയിൽ ഇങ്ങനെ ആ പാടുപോലെ കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കുറച്ച് നേരം പുറത്തെവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ അങ്ങനെ വറ്റിപ്പോവും. പിന്നെ ഇത് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്ക് സ്കൂൾ ബാഗുകൾ ഇതേപോലെ വൃത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതിൽ ഒരിക്കലും നിങ്ങൾ ഓയിൽ തേക്കരുത്. ഇത് നമ്മൾ അലക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ബാഗിന്റെ അടിവശത്ത് ഇതേപോലെ റബ്ബറിന്റെ ഒരു കോട്ടിങ് ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും കൂടുതൽ സമയം നിങ്ങൾ നമ്മളെ സർഫ് പോലത്തെ സാധനങ്ങളല്ലേ നമ്മൾ ഈ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സോപ്പ് പൊടിയിലൊന്നും നിങ്ങൾ ഇട്ട് വെക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടർന്ന് പോയിട്ട് ഈ ഇങ്ങനത്തെ ഫോമുകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും കൂടുതൽ സമയം നിങ്ങൾ നമ്മുടെ സോപ്പും പൊടിയിൽ ഇട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ അടിഭാഗം ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ട് അങ്ങനത്തെ കംപ്ലൈന്റുകൾ സ്ഥിരമായിട്ട് നമുക്ക് വരാറുണ്ട് കേട്ടോ. ഈ ബാഗ് നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ അടിയിൽ റബ്ബറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഏത് ബാഗും നമ്മൾ സോപ്പും പൊടിയിൽ ഇട്ട് വെക്കുന്നത് ബാഗിന് നല്ലതല്ല. കാരണം അതിന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അത് നാശാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരിക്കലും ബാഗ് കഴുകാനും പാടില്ല. നിങ്ങൾ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ അലക്കിടുന്ന സമയത്ത് നമ്മൾ സോപ്പും പൊടിയിൽ ഇട്ട പാടന്നെ എടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് ഉരതിയിട്ടാണ് ഇതിൽ അഴുക്ക് കളയേണ്ടത്. ഇത്തരത്തിലുള്ള റെക്സിനാണെങ്കിൽ നമുക്ക് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഉരതിയിട്ട് അഴുക്ക് കളഞ്ഞിട്ട് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ നേരം എന്തായാലും ഇട്ട് വെക്കരുത്. അപ്പോൾ നമ്മൾ ബാഗുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.